സമത്വമാണ്. പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്. അങ്ങനെ ഒരു വേർതിരിവ് രണ്ട് തട്ടായിട്ട് വിടേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് സിനിമയിൽ കൊടുക്കുന്നു. നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലേ, മറ്റുള്ളവരെ നോക്കാതെ ഭാര്യയും ഭർത്താവ് തന്നെ ഒരു തീരുമാനത്തിലെത്തണം. അവരല്ലേ ഒരുമിച്ച് ജീവിക്കണം. അപ്പൊ അവരാണല്ലോ എല്ലാത്തിനും തീരുമാനം. അപ്പൊ ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം എന്ന് പറയുന്നത്. താങ്ക് യു. എന്ത് നോക്കിയാലും സൗഖ്യം പൊളിക്കാനാണ് വേറെ മൂടാണ്. മൂന്നാമതൊരാളെ ഇടപെടുത്തരുതല്ലേ, മൂന്നാമതൊരാളെ പറയാൻ പാടില്ല. ട്രെൻഡ് പടമാണ്, അടിപൊളി പടമാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ മോശം പറയോ? എന്റെ സിനിമയല്ലേ, നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാരും കണ്ടോ? കണ്ടില്ലേ? ഇഷ്ടായോ? എല്ലാരും കാണണം. ചെറിയ സിനിമയാണ്, പക്ഷേ വലിയൊരു ട്വിസ്റ്റുള്ള നല്ല സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്ന് എല്ലാരും കാണും. ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ ഇതിലൊരു പാർട്ടായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല ഫാമിലി മൂവി. അപ്പോൾ എല്ലാവരും കാണാം, നല്ല രസം. നോർമലി എന്താ പറയുക, ഇങ്ങനെ ഒരു ഹസ്ബൻഡാണ് ഇങ്ങനത്തെ ഒരു പ്ലേസ്മെന്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇതേപോലത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഓവർ പവറിങ് ആയിട്ടുള്ള ഒരാൾ. പക്ഷെ അതിങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര എന്താ ത്രില്ലായി. അടുത്തെന്തായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിലാവാൻ പോകുന്നത്. ഞാൻ എന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കാമല്ലോ. എപ്പോഴും എന്താ ആ ഒരു മെയിൽ ഡോമിനന്റ് ഫാമിലി തന്നെ ആവണമെന്നില്ലല്ലോ. തിരിച്ചു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നാണ് ശരിക്കും ഈ മൂവിയിൽ പറഞ്ഞത്. ഇതില് ലീഡിങ് ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ റെഗുലർലി മൂവീസിൽ അങ്ങനെ കാണാറില്ലല്ലോ. എപ്പോഴും പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ എപ്പോഴും പറയാറ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ആ മെയിൽ സൈഡിലുള്ള കഷ്ടപ്പാട് എന്നുള്ളതാണ് ഈ മൂവി പറഞ്ഞത്. അത് നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയാണ് പുള്ളിയുടെ കഷ്ടപ്പാടുകൾ, ഇങ്ങനൊരു വൈഫ് ഉണ്ടാവും, രസമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. എനിക്കെന്താ കപ്പിൾസിന് ഒരുമിച്ച് പോയി കഴിഞ്ഞാലും അവർക്ക് രസമായിരിക്കും കാണാൻ.